പക്ഷേ ശ്രീകുട്ടി, നീ മണ്ടിയായി പോവരുത്. പിന്നീട് നീ വലിയ വില കൊടുക്കേണ്ടി വരും. ഒരിക്കൽ നീ കാണിച്ചെന്റെ ഫലമായി ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന. ചേച്ചിന്റെ ഇവിടെ അത് പിന്നെ ഞാൻ ഈ നേരത്തെ ചേച്ചിക്ക് സഞ്ജുവേട്ടന്റെ മുറിയിൽ വരേണ്ട എന്ത് കാര്യമുള്ളത്? അത് ഞാനൊരു പുസ്തകം വാങ്ങാൻ സഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഞ്ജു അത് വാങ്ങി ഇവിടെ കൊണ്ട് വച്ചിരിക്കണോന്ന് അറിയാനാ ഞാൻ വന്നത്. എങ്കില് ചേച്ചിക്ക് ഇത് എന്നോട് പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ എടുത്തു തരില്ലേ? അല്ലെങ്കിൽ സഞ്ജുവേട്ടൻ താഴെയുണ്ട്, സഞ്ജുവേട്ടനോട് പുസ്തകം വാങ്ങിയോന്ന് ചോദിച്ചാ പോരെ? എന്താ? സഞ്ജുയുടെ പുസ്തകം വാങ്ങിയോ? എന്ത് പുസ്തകം? എന്താന്ന് വെച്ചാൽ നീ വ്യക്തമായിട്ട് പറ. എനിക്ക് 100 കൂട്ടം പ്രശ്നങ്ങളാ. സഞ്ജുയുടെ പുസ്തകം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എടുക്കാനാ ചേച്ചി മുറിയിലേക്ക് വന്നത്. പുസ്തകം വാങ്ങിയെങ്കിൽ ചേച്ചിക്ക് എടുത്തു കൊടുക്ക സഞ്ജുവേട്ടാ. എന്ത് പുസ്തകം? ഞാൻ പുസ്തകമൊന്നും വാങ്ങിയില്ല. ഇത് ചേച്ചിക്ക് എന്നോടോ സഞ്ജുട്ടനോടോ ചോദിച്ചാ പോരായിരുന്നോ? പുസ്തകം വാങ്ങിയെങ്കിൽ സഞ്ജുട്ട് പറയില്ലായിരുന്നോ? അയ്യോ സോറി സ്വാതി. സ്വാതി പറഞ്ഞ ബുക്ക് വാങ്ങാൻ ഞാൻ ബുക്ക് സ്റ്റാളിൽ കയറണമെന്ന് കരുതിയതാ. ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനത് മറന്നുപോയി. അന്നേരം എനിക്കൊരു കോള് വന്നു. സംസാരത്തിന്റെ ഇടയിൽ അത് മറന്നുപോയതാ. വിഷമിക്കണ്ടെന്നേ, നാളെ ഞാനത് മറക്കാതെ വാങ്ങാം. അതെ, നിങ്ങളുടെ റൂമില് അസമയത്ത് കയറിയതിന് സോറി. നീ അവളോട് മോശമായിട്ട് പെരുമാറിയോ? പുസ്തകം ഞാനെടുത്ത് തരില്ലേന്നേ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ തന്നെ അസമയത്ത് നമ്മുടെ റൂമില് മറ്റൊരാൾ കയറുന്നത് ശരിയാണോ സഞ്ജുവേട്ടാ? അത് ചേച്ചി അറിയേണ്ടതല്ലേ? അങ്ങനെ അങ്ങ് പോവല്ലേ. അത് തന്നെ സംഭവിച്ചല്ലോടി മോളെ. അവളകത്തും നീതേ പുറത്തും. ശോ, ഇന്ന് നീ റൂമിന് പുറത്ത്, നാളെ വീടിന് പുറത്ത്. ഈ നേരത്തെ ചേച്ചിക്ക് സഞ്ജുവേട്ടന്റെ മുറിയിൽ വരേണ്ട എന്ത് കാര്യമുള്ളത്? എങ്കില് ചേച്ചിക്ക് ഇത് എന്നോട് പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ എടുത്തു തരില്ലേ? അല്ലെങ്കിൽ സഞ്ജുവേട്ടൻ താഴെയുണ്ട്, സഞ്ജുവേട്ടനോട് പുസ്തകം വാങ്ങിയോന്ന് ചോദിച്ചാ പോരെ? എന്താ എന്താ മോൾ ഇവിടെ ഇരിക്കുന്നേ? റൂമിൽ പോയി കിടക്കാത്തത് എന്താ? നേരെ ഒരുപാട് വൈകിയില്ലേ? പോയി കിടക്കും മോളെ. അത് അമ്മ അവിടെ എന്താ സഞ്ജുവായിട്ട് മോള് പിണങ്ങിയോ? അത് സാരമില്ല, വാ, ഞാൻ അവനോട് സംസാരിക്കും. അതല്ലമ്മേ, അമ്മു ഞങ്ങളുടെ ബെഡ്റൂമില് ബെഡ്ഷീറ്റ് വിരിക്കുവാ. അവള് വന്ന് ബെഡ്ഷീറ്റ് വിരിക്കേ? അത് അവളുടെ ബെഡ്റൂം എന്ന രീതിയിലാ പെരുമാറുന്നത്. ഞാൻ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി വിളിച്ചോണ്ട് പോവും.
മോള് വാ, മോള് വാ, വാ. അവള് കേൾക്കില്ല അമ്മേ. അമ്മുനെ ആര് പറഞ്ഞാലും ഇപ്പൊ അതൊന്നും മനസ്സിലാവില്ല. മോളെ വേദനിപ്പിക്കാൻ വേണ്ടി ലച്ചു ഒന്നും ചെയ്യില്ലെന്ന് മോൾക്ക് അറിയാലോ. ഇല്ല, അതെല്ലാം എനിക്കറിയാം അമ്മേ. അമ്മുന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷെ ആ അവസരം മുതലെടുത്ത് ഇവിടെ ചിലരെന്നെ പരിഹസിക്കാൻ നിൽക്കുക. അതൊക്കെ ആരാണെന്ന് എനിക്ക് മനസ്സിലാവും. സ്വന്തം ഭർത്താവിന്റെ അടുത്ത് പോലും സ്വാതന്ത്ര്യമില്ലേ? ഭാര്യയായി അഭിനയിക്കുന്നത് വേറെ ആളല്ലേ? ഭാര്യയെന്നും പറഞ്ഞ് ഇവിടെ കഴിയാൻ നാണമില്ലെന്നൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും കുത്തുവാക്കുകൾ പറയുക. ഈ പറയുന്നവർക്കൊന്നും മോളും ലച്ചുവും തമ്മിലുള്ള ആത്മബന്ധവും സ്നേഹവും അതിന്റെ അർത്ഥമൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്റെ മോൾ അവര് പറയുന്നതൊന്നും കാര്യാക്കണ്ട. നിനക്ക് സഞ്ജുവിനെ ലച്ചുവിനെയും ശരിക്കും അറിയാലോ, പിന്നെന്താ? ഓരോന്ന് പറഞ്ഞു നടക്കുന്നവർ ആ കുട്ടിയുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുന്നില്ല. സ്വന്തം മക്കൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ അവരത് തിരിച്ചറിയൂ. നമുക്ക് ലച്ചുവിനോട് പോയി സംസാരിക്കാം. എന്നിട്ട് ഞാൻ അവളെ എന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. ഓളുവാ. വേണ്ടമ്മേ, അമ്മ ഇപ്പൊ റൂമിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അമ്മൂനോട് ഞാൻ സംസാരിച്ചോളാം. അമ്മ പൊയ്ക്കോളൂ. പോയി കിടന്ന് ഉറങ്ങിക്കോ അമ്മേ. ശരി. ആ, ബ്രേക്ക്ഫാസ്റ്റിന് നിന്നെ കണ്ടില്ല. ഞാൻ കാവേരി അപ്പച്ചോട് ചോദിച്ചു, നീ ഉണർന്നിട്ടില്ലെന്നാ പറഞ്ഞ. ഉറങ്ങിയെങ്കിലല്ലേ ഉണരേണ്ട കാര്യമുള്ളൂ. പിന്നെ അമ്മ എന്തിനും തയ്യാറായി നിൽക്കുമ്പോ അവിടെ എനിക്കെന്ത് റോളാ ഉള്ളത്? ഇന്നലെ തന്നെ കണ്ടില്ലേ സഞ്ജുവിന് ബെഡ്ഷീറ്റ് വിരിക്കാൻ അവള് വന്നത്. നിനക്ക് നീരസായി തുടങ്ങിയോ? ഏയ്, അങ്ങനെ സഞ്ജു തെറ്റിദ്ധരിക്കണ്ട. അവൾ ഏത് ലോകത്താ ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ലേ. കുറച്ചു ദിവസം നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയി ജീവിച്ചാലോ? എത്ര കാലം നമ്മൾ അങ്ങനെ ജീവിക്കും? ഞാനൊരു കാര്യം നിശ്ചയിച്ചു. അമ്മ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു വരുന്നത് വരെ നമ്മൾ ഇങ്ങനെ തന്നെ പോവും. അമ്മു സഞ്ജുവിന്റെ ആരും അല്ലെങ്കിൽ പോലും അവള് സഞ്ജുവിൽ അവകാശം ഉന്നയിച്ച് ജീവിക്കുമ്പോ ഒന്നിച്ച് ജീവിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അമ്മന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ എനിക്കിതൊന്നും ഒരു വിഷയമേ ആവില്ല. ഒരു ജന്മം കൊണ്ട് അമ്മൂന് കടപ്പെട്ടിരിക്കുന്നവളാ ഞാൻ. അവൾ അറിയാതെ കാട്ടിക്കൂട്ടുന്ന തെറ്റുകള് ഞാനല്ലാതെ വേറെ ആര് ക്ഷമിക്കാനാ? എനിക്ക് നല്ല വിശ്വാസമുണ്ട് നഷ്ടപ്പെട്ടു പോയ ഓർമ്മകള് അവളിൽ മടങ്ങി വരുമെന്ന്. ചിലപ്പോ അതിന്ന് തന്നെ സംഭവിച്ചെന്ന് വരും. സഞ്ജു എന്റെ കൂടെ വാ. ആരാ നോക്ക്. പോയി നോക്ക്. ലച്ചു നിക്ക്. ആരോ വന്നിട്ടുണ്ട്. ശരി, വാതില് തുറക്ക്.
ലച്ചു, നിങ്ങൾക്ക് എങ്ങനെ എന്നെ അറിയാം? ആരാ? ലച്ചു എന്താ ഈ പറയുന്നത്? ലച്ചുന് എന്നെ അറിയില്ലേ? ഞാൻ എങ്ങനെ നിങ്ങളെ അറിയുന്നേ? ഞാൻ നിങ്ങളെ കാണുന്നത് തന്നെ ആദ്യമായിട്ടാ. അതെന്ത് പറച്ചില്ല? നിന്നെ അന്വേഷിച്ചല്ലേ അയാൾ വന്നിരിക്കുന്നേ. സത്യമായിട്ട് എനിക്ക് ഇയാളെ അറിയില്ല അപ്പച്ചി. എന്താ നിങ്ങളുടെ പേര്? സഞ്ജയ്. സഞ്ജയ് എന്നൊരാളെ നിനക്കറിയില്ലേ? എനിക്കറിയാവുന്ന സഞ്ജയ് ഈ നിൽക്കുന്ന സഞ്ജുവേട്ടനാ. ആഹാ, പച്ചക്കള്ളം പറയുന്നു. ഇവനെ നിനക്കറിയാം. ഇവനാ നിന്റെ കഴുത്തില് താലി കെട്ടിയ സഞ്ജയ്. നിങ്ങളൊരു സ്ത്രീയല്ലേ? ഭർത്താവിന്റെ മുന്നിൽ വെച്ച് വീട്ടിൽ കയറി വന്നയാള് അവളുടെ ഭർത്താവാണെന്ന് പറയാൻ എങ്ങനെ നിങ്ങൾക്ക് തോന്നി? എന്റെ ഭർത്താവ് ആരാണെന്ന് എനിക്കറിയാം. മുഴുവൻ നാട്ടുകാരുടെ മുന്നിൽ വെച്ചാ എന്റെ ഭർത്താവ് എന്റെ കഴുത്തില് ഈ താലി കെട്ടിയത്. സഞ്ജുട്ടാ, ഇവര് പറയുന്ന സഞ്ജുട്ട കേൾക്കുന്നില്ലേ? ഇവരോട് സഞ്ജുട്ടിന് പറയാനൊന്നുമില്ലേ? എടോ, തനിക്കെന്താ പറയാനുള്ളത്? ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടല്ലേ താൻ വന്നിട്ടുള്ളത്. നീ തന്നെയല്ലേ ഇവളുടെ ഭർത്താവ്. അല്ല അല്ല അല്ല, എവിടുന്ന് വന്നൊരാള് എന്റെ ഭർത്താവാണെന്ന് പറഞ്ഞാ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇതിലെന്തോ ചതിയുണ്ട് സഞ്ജുവേട്ടാ. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനാ സഞ്ജുവേട്ടന്റെ അപ്പച്ചി ഈ നാടകം കളിക്കുന്ന. ഇയാളെ കൊണ്ടുവന്നത് സഞ്ജുവേട്ടന്റെ അപ്പച്ചിയാ. അതൊന്നും മനസ്സിലാക്ക സഞ്ജുവേട്ടാ. ഹാ, അതെ, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല സഞ്ജു നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത്. പിന്നെ സഞ്ജു ആണ് നിന്റെ ഭർത്താവെങ്കിൽ നീ ഒരു തെളിവ് കാണിച്ചോ, ഞങ്ങളത് അംഗീകരിക്കാം. നിന്നെ ഈ വീടിന്റെ മരുമകളായി ഞങ്ങൾ കണ്ടോളാം. വിവാഹ ഫോട്ടോ ഉണ്ടോ നിന്റെ കയ്യില്? കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ സഞ്ജുവേട്ടന്റെ കൂടെ വന്നത്. നിങ്ങൾക്ക് തെളിവ് ഞാൻ തരാം. എന്റെ വീട് വരെ ഒന്ന് പോയാ മതി. കല്യാണത്തിനെടുത്ത ഫോട്ടോ വീട്ടിലുണ്ട്. എന്താ ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? എന്ത് തെളിവായി എനിക്ക് കിട്ടാൻ പോകുന്നത്? നിങ്ങളതൊന്ന് നിർത്തും. സഞ്ജുട്ടൻ പറയുന്നതിനപ്പുറം എന്താ ഉള്ളത്? സഞ്ജുട്ടന്റെ ഭാര്യയല്ലേ ഞാൻ. സ്വന്തം ഭാര്യയിൽ അവകാശം പറഞ്ഞു വേറൊരാൾ വന്നാ കേട്ട് നിൽക്കാണോ വേണ്ടത്? അവൻ നിന്റെ ഭർത്താവല്ല എന്നത് തന്നെ അതിന് കാരണം. എനിക്കിനി മരിച്ച മതി. എനിക്ക് ആരുമില്ല. എന്റെ ഭർത്താവിന് എന്നെ വേണ്ട. മോളെ, സഞ്ജു പിടിച്ചു മാറ്റണ്ട അവളെ. എന്ത് ഭ്രാന്താ നീ കാണിക്കുന്നത്? ഞാനിനി എന്തിനു ജീവിക്കണം? അതിനിവിടെ എന്താ സംഭവിച്ചത്? അയാൾ പറഞ്ഞ സഞ്ജുടെ കേട്ടില്ലേ? അവൻ പറഞ്ഞോ നീ അവന്റെ ഭാര്യയാണെന്ന്? ലച്ചു എന്നെ വെറുതെ തെറ്റിദ്ധരിക്കുക. ലച്ചുവിന്റെ നാട്ടിൽ വെച്ച് ലച്ചുവിനെ കണ്ട പരിചയം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ അത് വെച്ചല്ലേ സംസാരിച്ചത്. ലച്ചുവിന്റെ ഭർത്താവാണെന്ന് ഇവിടെ കയറി വന്ന് പറയാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? ഞാൻ അറിയാത്തയും കേൾക്കാത്തയും കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോ ഞാനും അമ്പരന്നാ നിന്നത്.
സഞ്ജുവിന്റെ അപ്പച്ചിക്ക് ലച്ചുവിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവർ അപവാദം പറഞ്ഞതിന് ഞാൻ എന്ത് പഴച്ചു? ഹലോ, പിന്നെ നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നേ? ഞാൻ വന്നത് ലച്ചുവിന്റെ സുഖവിവരം അന്വേഷിക്കാനാ. ഞാൻ സിറ്റിയിൽ വരുമെന്ന് പറഞ്ഞപ്പോ ലച്ചുവിന്റെ ഏട്ടനാ ഇവിടെ വന്ന് അന്വേഷിക്കാൻ പറഞ്ഞത്. കൊള്ളാം. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോയേക്കാം. മോളെ നീ വാ 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 നടക്ക്. സഞ്ജയ്, ഒന്ന് നിന്നേ. നിങ്ങൾക്ക് അവളോട് ഇതല്ലാതെ മറ്റൊന്നും പറയാനില്ലേ? എന്നെ കണ്ടിട്ട് തിരിച്ചറിയാത്ത പെണ്ണിനോട് ഇനി ഞാൻ എന്ത് പറയണമെന്നാ സ്വാതി ആവശ്യപ്പെടുന്നത്? അവൾക്ക് എന്നെ ഓർമ്മയില്ല. സഞ്ജുവിനെ അവള് ഭർത്താവായിട്ട് മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ഞാൻ മാറ്റി പറഞ്ഞ അവള് ചിലപ്പോൾ ആത്മഹത്യ ചെയ്തെന്ന് വരും. അതിന്റെ കുറ്റം മുഴുവനും എന്റെ തലയിലാ വന്ന് വീഴുന്നത്. സഞ്ജയ് താലി കെട്ടിയ പെണ്ണാ അവള്. നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട്. പിന്നെ ഭീഷണിയാണെങ്കിൽ അത് എന്നോട് വേണ്ട സ്വാതി. ഞാൻ ആരാണെന്ന് സ്വാതിക്ക് ശരിക്കും അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ലച്ചു നിങ്ങളുടെ വീട്ടിൽ സെർവൻ്റായിട്ട് നിന്ന പെണ്ണ. ഈ വീട്ടിൽ വെച്ച് അവൾക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാ. ആ സ്ത്രീയുടെ സംസാരം മുഴുവനും കേട്ടു നിന്നവനാ ഞാൻ. നിങ്ങളിൽ ആരെങ്കിലും ലച്ചുവിന്റെ തലയടിച്ച് പൊട്ടിച്ച് ഓർമ്മ പോയതാണെന്ന് ഞാൻ പറഞ്ഞാലോ? നിങ്ങൾ അവളെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ട് എന്നെ അറിയിച്ചാൽ മതി. എന്നെ അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം. അതല്ല അവളെ ഒഴിവാക്കാനാണ് ശ്രമമെങ്കിൽ ഒന്നിനെ ഞാൻ വിടില്ല. പാവം ലച്ചു. സഞ്ജു ആദ്യം കെട്ടിയ താലി അവളുടെ കഴുത്തിലാണെങ്കിൽ അവൻ തന്നെ അവളെ സംരക്ഷിച്ചേ പറ്റൂ. അവൻ പോയല്ലേ? അവൻ സമ്മതിക്കാൻ പോലും നിന്നില്ലല്ലോ. അല്ല, ഈ വന്ന സഞ്ജുവിനല്ലേ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്? അവൻ തന്നെയാ. അവളവനെ തിരിച്ചറിയാതെ വന്നപ്പോ വഴി മുഴുവനും നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ അവൻ നോക്കുന്നേ. താലി കെട്ടിയത് വരെ ഓർമ്മയുള്ളവൾക്ക്, ഭർത്താവിന്റെ പേര് പോലും മറന്നു പോവാത്തവൾക്ക് എങ്ങനെ ഭർത്താവിന്റെ ഫേസ് മാത്രം മറക്കാൻ കഴിയും? സഞ്ജയ് എന്ന പേര് സഞ്ജുവിനും ഉണ്ട് എന്ന് കരുതി അവനെ ഭർത്താവായിട്ട് കാണുന്നത് എങ്ങനെയാ? ആ, ഇന്നത്തെ കാലത്ത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും കഴിയില്ല മോളെ. ഇളയമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ല, എത്ര സ്നേഹമുണ്ട് ആത്മാർത്ഥതയുണ്ടെന്നൊക്കെ പറയാമെങ്കിലും ഈ ആണുങ്ങളെ ചില കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. സാഹചര്യം ഒത്തു വന്നാൽ പലതും സൗകര്യപൂർവ്വം മറന്നു കളയാൻ പുരുഷനോളം വൈഭവം ഉള്ള ഒരു വർഗം ഇല്ല. അതൊക്കെ കൊണ്ടാ പഴമക്കാരി പറയുന്നത് ചെളി കണ്ടാ ചവിട്ടുമെന്നും വെള്ളം കണ്ടാ കാല് കഴുകും എന്നൊക്കെ. പടി കയറി വീട്ടിൽ വന്നാൽ അവർ മാന്യന്മാർ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നടക്കുന്നു. നിങ്ങൾ ഉള്ളുകൊണ്ട് എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം.